നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നവംബർ മാസത്തിൽ ഒറ്റ മത്സരമാണ് അർജൻറ്റീന കളിക്കുന്നത്. അത് അങ്കോളക്കെതിരെയാണ്. ഈ മാസം 14 ലുവാൻഡയിൽ വെച്ചിട്ടാണ് ആ മത്സരം. അതിന് മുന്നോടിയായിട്ട് അർജൻറ്റീന ഇപ്പോൾ സ്പെയിനിൽ അൽസെൻഡയിൽ ട്രെയിനിങ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിലേക്ക് ഇപ്പോൾ താരങ്ങളെത്തി, കുറേ താരങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ക്വാഡിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു. ഇപ്പം നാഹുൽ മൊളീന, ഹുലിയാനോ സിമിയോണി, അതുപോലെ ഹുലിയൻ ആൽവാരസ്, ഈ താരങ്ങൾ വാക്സിൻ എടുക്കാത്തത് കൊണ്ട് അവർക്ക് അങ്കോളക്കെതിരെ കളിക്കാൻ പറ്റില്ല. എൻസോ ഫെർണാണ്ടസിന് പരിക്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിരുന്നു. ഇപ്പോൾ സ്ക്വാഡിലേക്ക് കെവിൻ മാക്കലിസ്റ്ററെ എടുത്തു. അത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റൊരാളെ കൂടി ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് AFA അറിയിക്കുന്നു. എമിലിയാനോ ബൂണ്ടിയയെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം പ്രഖ്യാപിച്ച സ്ക്വാഡിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അർജൻറ്റീനയുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ് നോക്കിയാണ്. ഇപ്പം ഗോൾ കീപ്പർമാരായിട്ട് ചെറോണിമോ റുള്ളിയും വാൾട്ടർ ബെനീറ്റസുമാണുള്ളത്. ഡിഫൻസിൽ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ഓട്ടാമെൻറ്റി, മാർക്കോ സെൻസി, കെവിൻ മാക്കലിസ്റ്റർ, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, യുവാൻ ഫോയ്ത്ത് എന്നിവരാണ് ഡിഫൻഡർമാരായിട്ടുള്ളത്. പിന്നെ മധ്യനിരയിലേക്ക് അലക്സിസ് മാക്കലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ, എമിലിയാനോ ബ്യൂണ്ടിയ, നിക്കോ പാസ്, ടിയാഗോ അൽമെയ്ഡ, ജിയോവാനി ലോച്ചെൽസോ, മാക്സി പെറോൺ, വാലന്റിൻ ബാർക്കോ, ജിയാലുക്ക പ്രസ്റ്റിയാനി, നിക്കോ ഗോൺസാലസ്. മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സി, ലൗട്രോ മാർട്ടിനസ്, ജോക്കിൻ പനിഷലി, ഫ്ലാക്കോ ലോപ്പസ്. സോ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ക്വാഡാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതാണിപ്പോൾ അർജൻറ്റീനയുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.